പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, എല്ലാ യാത്രകള് എല്ലാം മനുഷ്യൻ ആരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക്. അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട്. വീട് പണിയുന്നവരുണ്ട്, പെയിൻ്റ് അടിക്കുന്നവരുണ്ട്, അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവിളംബം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുധാരികളെ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ, അവർ തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന പണം, തരാതെ പിടിച്ചു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട്
നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ഈശോനാമത്തെ ആശീർവദിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നിൻ്റെ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തും ഇടത്തും, വീട്ടിലും വഴിയിലും, ജലത്തിലും കരയിലും, മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്ന ജീവിതാവസ്ഥകൾ, അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ തൊഴിലിനെ ഈശോ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവലാതികൾ, മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ടിറങ്ങുന്ന അവസ്ഥകൾ, അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനേക്കും ആമേൻ. രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെ, രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി കരയേറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് സംഭവിച്ചാൽ ഉടനെ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. യോഹന്നാൻ 12:28 എന്താണ് ഈശോ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പെട്ടെന്ന് റെസ്പോണ്ടിങ് ആയി. എന്താണ്? ഇത് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? മഹത്വമാണ് ദൈവപൈതലിനെ. അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ 10 വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും. അത് ഞങ്ങൾ എല്ലാം മറന്നാലും 10 വർഷം ഒരു കാര്യം മറന്നില്ല. എന്താണ്? ഞങ്ങളും അവൻ്റെ കൂടെ മഹത്വത്തിൻ്റെ മറുരൂപ മലയിലുണ്ടായിരുന്നു. 2 പത്രോസിൻ്റെ 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. അപ്പം ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക്കായിട്ട് എന്താണ്? ബഹുമാനവും മഹത്വമാണ്. അത് മറന്നു പോരുത്. ദൈവം നമ്മൾ ബഹുമാനിതനായിട്ടും മഹത്വമുള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോകണത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് പിതാവിന്റെ മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഒരു വല്ലാത്ത മലയാണിത്. ആകാശം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ തൊട്ട് ഒരുമി നിൽക്കുന്ന ഒരു മലയാണ്. ഞാൻ ആ മലയിൽ പോയതാണ്. എനിക്ക് ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമാണിത്. കർത്താവിൻ്റെ മറുവ മലയിൽ ഉച്ചിയിലൊരു പള്ളിയുണ്ട്, കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത്. ഞാൻ അന്ന് മുതലൊക്കെ എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ്? അത് മഹത്വമാണ്. ഈശോയ്ക്കും ലഭിച്ചിരുന്ന മഹത്വമാണ്. നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവം നമ്മുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മുടെ ഇടപെട്ടിട്ട് ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പം എന്തിനാണ് പ്രാർത്ഥിക്കണത്? എനിക്ക് ഇപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ല പറയണത്. ചില പ്രാർത്ഥിക്കാത്ത പറയണത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക, എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുക. എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവദർശനം പ്രാർത്ഥിക്കണമെന്നാണ്. അതല്ല,
ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ദൈവം തന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വെക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം. ഇത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നീ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലായിരിക്കണം. എന്താണ്? ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ്? മഹത്വമാണ്. അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം. കാര്യം 6 ദിവസമല്ലേ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ 6 കൽപ്പനയൊക്കെ വെച്ചിരിക്കുന്നത്? എന്താണ്? അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മേഘത്തിൻ്റെ തന്നെ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം. മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം. മേഘത്തിൻ്റെ തന്നെ ദ്രാവക രൂപമാണ് വെള്ളം. അതാണ് കാനായിലെ കല്യാണത്തിലെ 6 കൽപ്പരണികളെ. ഇത് ഏതാണ്? 6 ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. എന്താണ്? മറിയമാണ് ശരിക്കും. അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. മറിയം ചില്ലറ പുള്ളിയല്ല, നമ്മൾ പറയുന്ന ആളൊന്നുമില്ല. പക്ഷേ മഹത്വത്തിൻ്റെ മാധ്യസ്ഥം. അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥമില്ലായിരുന്നു. മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത്. യോഹന്നാൻ 2:11. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പം ഇത് ഈ അത്ഭുതം. ഈ മഹത്വം വെളിപ്പെടുത്തി ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കണമെന്ന് അറിയാമോ? അത് പുറപ്പാട് 24:16 മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മഹത്വത്തിൻ്റെ 6 ദിവസങ്ങൾ ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവെ എന്നെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവെ ഈശോ പ്രാർത്ഥിച്ചത് നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. എന്താണ് വായിച്ചത്? യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മത്തായി 6:9. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് തന്നെ സംഭവം. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് തന്നെയാണ്. അഥവാ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്, യാചനാ പ്രാർത്ഥന എന്നൊക്കെ. അതൊന്നും അല്ല സംഭവം. ദൈവഹിതത്തിന് നമ്മളെ തന്നെ അങ്ങ് സബ്മിസീവ് ആക്കണതാണ്. അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്മിസീവായിട്ട് ഉപയോഗിക്കണം. അതതിൻ്റെ അർത്ഥം. താങ്ക് യു. നമുക്ക് പറയാനുള്ള കാര്യമെല്ലാം, നമ്മൾ വിഷമിക്കുന്ന കാര്യം, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പറയേണ്ട ആൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുക. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ബോധ്യമാണ് അനുഭവമായിട്ട് മാറുക. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അത് നമ്മളുടെ ഇഷ്ടമല്ല. വേണമെങ്കിൽ ആരാധിക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്നില്ല.
അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഓരോ മക്കളും എന്നെ ആരാധിക്കണം. പലരും എൻ്റെ ഈ കോയമ്പത്തൂർ ഗ്രൂപ്പ് പ്രാർത്ഥനയിൽ ഉള്ളവരെല്ലാം ഈ കൗൺസിലിങ്ങിന് വിളിക്കും. ബ്രദർ, ഇത് പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കുക, ഈ കാര്യം പറയുക. ഇതിൻ്റെ ഒന്നും ആൾ ഞാനില്ല. ഇപ്പോൾ ആൾ നമ്മളെ മുമ്പിലുണ്ട്. നമ്മൾ എവിടെ ഉണ്ടോ ആ ഒരു ബോധ്യത്തോടെ, ഇപ്പോൾ ടി വി കൂടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഫോണിൽ കൂടി കാണുന്നവർ, ഇതാണ് സമയം. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേയും അവതരിപ്പിക്കുക. നിങ്ങൾ ഏതെങ്കിലും മുറിയിലിരുന്നാണ് കാണണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ അടുത്ത് വിളിക്കുക, ആ ഒരു ബോധ്യത്തെ കാണുക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇത് ആരും പറഞ്ഞ് കേട്ടിട്ടോ ഇല്ല എന്നെക്കൊണ്ട് പറയിപ്പിച്ചിട്ടോ ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം, എനിക്ക് കുർബാനയെക്കുറിച്ച് അറിയില്ല. അമ്മ മാതാവിനെ അറിയാം. അപ്പോൾ കൂട്ടം കൂടുമ്പോൾ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാനാണ് പറയുന്നത്. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ഞങ്ങൾ കൊച്ചി താമസിക്കുക, കൊച്ചി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ വലിയ കൂട്ടം കണ്ടപ്പോൾ, അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക, ധ്യാനം നടക്കുക. എനിക്ക് ധ്യാനമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ 6ാം ക്ലാസ് വരെ ഡൽഹി പഠിച്ചതാണ്. അവിടെ ഞങ്ങൾ കുട്ടികളൊക്കെ അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ പൂജയുടെ അവസാനം പ്രസാദം നൽകും. അവിടെ മധുരമൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ ലൈനിൽ പോയി നിൽക്കും ഈ പ്രസാദം വാങ്ങിക്കാൻ. ആ അവസാന സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിലും ഞാൻ അടുത്ത് തന്നെയാണ്. കൂട്ടത്തിൽ നോക്കുമ്പോൾ അവസാനമായപ്പോൾ കുറേ പേര് ഇങ്ങനെ ലൈൻ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ മധുരം തരയാണ്. ഡൽഹിയിൽ നിന്ന് വന്ന സമയമാണ്. ഞാനും പോയി ആ ലൈനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ വട്ടത്തിൽ അപ്പം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഇവിടെ അച്ഛനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് മധുരമൊന്നുമില്ല. എനിക്ക് അന്ന് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പക്ഷേ അത് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയമായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ബൈബിള് കിട്ടുന്നത്. ദൈവം എന്നിലേക്ക് വന്നപ്പോഴത്തേക്കും വചനമാണ് വെച്ച് തന്ന് ജീവിക്കുന്ന ദൈവം. ആ ദൈവം കൈവിട്ടിട്ടില്ല. ഇന്ന് എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതുപോലെ എന്തിനാ ആരാധിക്കേണ്ടത്? നമ്മൾ എന്തിനാ ആരാധിക്കേണ്ടത്? ദൈവം എന്തിനാ ആരാധിക്കാൻ പറയുന്നത്? അതാദ്യം നമ്മൾ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ജെറമിയ 29:11 ദൈവം പറഞ്ഞിരിക്കുക, മകനെ മകളെ, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകണം, ദൈവത്തെ ആരാധിക്കണം. അത് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്.
ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല, അനുവദിച്ചു കൊടുക്കാറില്ല ദൈവത്തിന്. ഇത് സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, അനുതപിക്കണം. ദൈവമേ, പല സമയത്തും ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിന്നെ അനുവദിച്ചിട്ടില്ല ഞാൻ. നിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ, നിന്റെ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ അനുദപിക്കാം. ഈശോയെ, എന്നിൽ കരുണയായിരിക്കണേ. സാത്താൻ നമ്മളെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ചിന്ത, നിനക്ക് യോഗ്യതയല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ. നീ പറഞ്ഞാൽ ദൈവം കേൾക്കില്ല. പക്ഷെ ദൈവം, നമ്മുടെ മുമ്പിൽ സാന്നിധ്യമായിരിക്കുന്ന ദൈവം നമ്മളോട് പറയുക, മകനെ, മകളെ, നിന്റെ യോഗ്യതയില്ലായ്മയാണ് എൻ്റെ മുമ്പിൽ എൻ്റെ കരുണ ലഭിക്കാനുള്ള നിന്റെ യോഗ്യത. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്ക് ആ ബോധ്യത്തോടെ ദൈവത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അല്ല, എന്ത് പറഞ്ഞാൽ ആരാധിക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ആരാധിക്കേണ്ടത്? യോഹന്നാൻ 4:24 ദൈവം പറയുകയാണ്, എന്നെ സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കുക. നമ്മൾ ആരാധിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരാധിക്കുമ്പോൾ അതൊരു ചാർജാണ്. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരെ നിൻ്റെ മുകളിൽ. നീയായിരിക്കില്ല, നീ മാറും. നിൻ്റെ ഈ അവസ്ഥയെല്ലാം മാറും. നിന്നെ എന്തൊക്കെ പോരായ്മയുണ്ടോ, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടോ, നിനക്ക് ഉത്തരം ലഭിക്കാത്ത ഉത്കണ്ഠയുണ്ടോ, അതെല്ലാം മാറാനുള്ള സമയമാണത്. ഒരു ബോധ്യത്തിലിരിക്കുക. ഇത് നിനക്ക് അനുഭവമായിട്ട് മാറും. എങ്ങനെ ആരാധിക്കുക? സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുക. 2 വിഷയം വേണം ആരാധിക്കാൻ. ഒന്ന് സത്യം, അത് വചനമാണ്. സത്യം, ദൈവ വാഗ്ദാനങ്ങളെ ചൊല്ലി ആരാധിക്കുക. രണ്ടാമത്തത്, നീ ആത്മാവിൽ നിറയണം. ആദ്യ ദൈവ സാന്നിധ്യത്തിൽ നീ വരുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ആദ്യം നീ ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ ആത്മാവിൽ നിറയുക? അപ്പോസ്തല പ്രവർത്തൻ 2:38 നീ അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നീ ആത്മാവിൽ നിറയുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞാൻ നിന്നിലിരുന്ന് അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നിൽ കരുണയായിരിക്കണേ, എന്നെ തിരിച്ചു വിളിക്കണേ. ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക്, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ മറന്നിരിക്കുക. എന്നോട് കരുണയായിരിക്കണേ. പല സമയത്തും നീ തന്ന അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ചതിച്ചിരിക്കുക. നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ നന്ദികേടാ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും നിന്നെ ഓർത്തില്ല ദൈവമേ. ഈശോയെ, എന്നോട് കരുണയായിരിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കണം, അനുതപിക്കണം. അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയും. ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദൈവ സാന്നിധ്യത്തിലിരുന്നാൽ മാത്രം മതി. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മളെ പാവങ്ങൾ ക്ഷമിക്കപ്പെടണം. നീ അനുദപിച്ചാൽ മാത്രം പോരാ, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. സ്നേഹത്തിൽ നിറഞ്ഞാണ് നീ അനുദപിക്കേണ്ടത്. ലൂക്ക 7:47 ഈശോ പറയുക, കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടുതൽ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. കുർബാനയോട് നിനക്ക് സ്നേഹമായിരിക്കണം. ദൈവം നിന്നെ വിട്ടുപോകില്ല. നീ ദൈവത്തെ വിട്ട് മാറിപ്പോയാലും ദൈവം നിന്നെ അന്വേഷിച്ച് വരും. കുർബാനയോടുള്ള സ്നേഹം, ഇത് ഞാൻ വെറുതെ അല്ല പറയുന്നത്. ഈ കാലത്ത് കുർബാനയ്ക്ക് ക്ഷാമമുള്ള കാലത്ത്, പ്രാർത്ഥനയ്ക്ക് ക്ഷാമം ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അനേകം പേര് കുർബാന മറന്നിരിക്കുക. കുർബാന കൂടിയാന്ന് ചോദിച്ചാ TV കണ്ട്, വല്ലവരും ഭക്ഷണം കഴിക്കുന്നത് TV കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. എത്ര പേരാ പ്രാർത്ഥിക്കുന്ന, ഈശോയെ നിന്റെ ഇഷ്ടമായി കൊറോണ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്, അതിലെനിക്ക് പരാതിയില്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പക്ഷേ എനിക്ക് പരാതിയുണ്ട്, ഈ കൊറോണ നീ മാറ്റിത്തരണേ. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് കുർബാന കൂടണം, പള്ളികൾ തുറക്കപ്പെടണം. എത്ര പേരാ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇതാ ദൈവസ്നേഹം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ കൊല്ലം മാർച്ച് 1.25 വർഷമായി ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടായി. വീട്ടിലിരുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വലിയ പ്രശ്നമായിരുന്നു. എന്നിട്ടും ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല. കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ദൈവം തന്നിട്ടുണ്ട്. ഇത് കുർബാനയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഏത് രാജ്യത്തിൽ പോയാലും, ആദ്യം ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, എത്ര വലിയ കാര്യമാണെങ്കിലും ഞാൻ അവിടെ പോയാൽ കുർബാന എങ്ങനെ കൂടും? നമ്മുടെ വീട്ടിൽ ദിവസവും ഒരു ഭിക്ഷക്കാരൻ കാലത്ത് 11 മണിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദിവസം വരും. നിങ്ങൾ കുറച്ച് പഴയതോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും എനിക്ക് കൊടുക്കാൻ. കുറേ കാലമായിട്ട് വരുമ്പോൾ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ നോട്ടം അങ്ങോട്ട് ഗേറ്റിലേക്ക് പോകും. എന്താണ് 11 മണിയായല്ലോ, അവരെ കണ്ടില്ലല്ലോ. അടുത്ത ദിവസം വന്നില്ലെങ്കിൽ പിന്നെയും പോകും. നമ്മ പോലും ഇങ്ങനെ ആവുമ്പോൾ, ദിവസവും കുർബാനയോടുള്ള സ്നേഹത്തിൽ കുർബാന കൂടുമ്പോൾ ദൈവം നോക്കി നിൽക്കും. ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ പല അനുഭവമാണ്. ജീവിക്കുന്ന ദൈവമാണ്. ദൈവം അന്വേഷിച്ചു പോയി. ഇമ്മാവൂസ് ശിഷ്യന്മാരെ ആദ്യം ഈശോ അന്വേഷിച്ചു പോയതാ. ഒരു കുർബാനയ്ക്ക് അവർ കൂടെ ഉണ്ടായി, ഈശോയുടെ ബലിക്ക് അവർ കൂടെ നിൽക്കുകയുണ്ടായി. നമ്മൾ മറന്നാലും മറക്കാത്ത ദൈവമാണ് നമ്മളെ. നമുക്ക് ആ ദൈവത്തെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മളുള്ളപ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിറയണം.
സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം അങ്ങോട്ട് സ്നേഹം നമ്മളെ സ്നേഹിക്കുന്ന അനുഭവം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. നമുക്ക് തോന്നും ദൈവത്തിന് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ള. ഒറ്റപ്പെട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒന്നും വേണ്ട, ദൈവം മാത്രം മതി എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകും. ഇത് കുർബാനയോടുള്ള സ്നേഹം. ഒരു ദിവസം കൃപാസനത്തിൽ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കേണ്ടായി. ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ കുർബാനയോട് എനിക്ക് ആഗ്രഹം തോന്നി. അന്ന് അഭിഷേകം ഉണ്ടായി അച്ഛൻ്റെ ആ സ്പീച്ചിൽ. ഞങ്ങൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. ഇപ്പോൾ 2-ാം ചൊവ്വാഴ്ച എൻ്റെ ശുശ്രൂഷ ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് അച്ഛൻ്റെ ടോക്ക് കേട്ടതെന്ന്. ഞാൻ അടുത്ത ദിവസം തൊട്ട് തീരുമാനിച്ച ദിവസം കുർബാനയ്ക്ക് പോകണം. പക്ഷെ അത് ഞാൻ സ്ഥാനം എടുക്കാതെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഞങ്ങളെ സെൻറ്റ് ആൻറ്റണീസ് പള്ളിയാണ് വീടിൻ്റെ അടുത്തുള്ളത്. ദിവസവും കാലത്തെ 6 മണിക്കാണ് കുർബാന. കാലത്തെ ഞാൻ പോയി ഇരിക്കും. കുർബാന കൊടുക്കുമ്പോഴത്തേക്കും കൊന്ത ചൊല്ലിയിരിക്കും. കുറച്ച് ദിവസം അതിനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹം, കുർബാന സ്വീകരിക്കണം. ഈശോടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിനോട് പറഞ്ഞ്. പക്ഷേ ഇതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് ജ്ഞാനസ്ഥാനം എടുക്കാൻ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ മക്കളുടെ ഈശോയിൽ വിശ്വാസമുണ്ട്, കൊന്തയൊല്ലും. എന്നാലും അവിടെ എല്ലാ സ്വന്തക്കാരോടൊക്കെ പോയി പറയാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പം അച്ഛനോട് ഞാൻ വന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ സമയമായില്ല. അപ്പോൾ ദിവസവും കുർബാനയ്ക്ക് പോവും. അപ്പോൾ അമ്മ മാതാവിനോട് ചോദിക്കും, അമ്മ മാതാവേ, എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോ അപ്പത്തെ നോക്കി ഞാൻ ഓരോ നിയോഗം പറയും. എന്നിട്ട് ഒരു ദിവസം ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കുർബാന വേണമെന്ന്. അപ്പോൾ അച്ഛൻ ഒരാൾക്ക് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പം വീണ് താഴെ വീണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതെടുത്ത് കുർബാന വെച്ച്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ച ഇത് താഴെ വീണപ്പോൾ ചെറിയ പൊടി കഷ്ണം എവിടെയെങ്കിലൊക്കെ വീണിട്ടുണ്ടാവും. പിന്നെ അതേപോലെ അച്ഛൻ കുർബാനയൊക്കെ കൊടുത്ത് ഇത് തീർന്നപ്പോഴത്തേക്കും ആ പൊടിയെല്ലാം കൂടി തട്ടിയ വീഞ്ഞിലേക്ക് ഇടുക. അപ്പോൾ ഈ ടവലിരുന്നൊക്കെ പൊടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് തോന്നി ആ ചെറിയ കഷ്ണങ്ങളൊക്കെ താഴെ വീഴുള്ളൂ. അമ്മ മാതാവ് അപ്പം എനിക്കൊരു വചനം ഓർപ്പിപ്പിച്ചതെന്ന്, മാർക്ക് 6-ാം അധ്യായം 28, മേശയിലിരുന്ന് താഴെ വീണ അപ്പം നായ്ക്കൾക്കുള്ളതല്ലേ? യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അതിലിരുന്ന് എനിക്ക് മനസ്സിലായത് ആ കാനാക്കാരി സ്ത്രീക്ക് ഈശോയുടെ മുകളിൽ സ്നേഹമായിരുന്നു. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മറന്നാ സ്നേഹിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സ്നേഹം. ഈശോ അങ്ങനെയാ പറഞ്ഞത്, നിന്നെ മറന്നുകൊണ്ടാ നീ എന്നെ സ്നേഹിക്കേണ്ടേ, കുരിശെടുത്ത് വരിക. അത് സ്നേഹിക്കാന്നാ പറയുന്നത്. അവളെ തന്നെ മറന്ന. ഈശോ പറഞ്ഞ നായ്ക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് അവളെക്കുറിച്ച് ഓർമ്മയില്ല. അവൾക്ക് ഈശോ ആണ് വലുത്.
അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോൾ എനിക്കത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അച്ഛൻ പോലും കാണാത്ത ചെറിയ കഷ്ണങ്ങൾ ഇപ്പം വീണപ്പോൾ ചെറിയ കഷ്ണങ്ങൾ താഴെ കാണുമല്ലോ, മൈക്രോസ്കോപ്പിക്കായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ താഴെ കാണുമല്ലോ. കുർബാന എല്ലാവർക്കും കൊടുത്തു കയറുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കഷ്ണം, ഉരുമ്പ് കഴിക്കുന്ന കഷ്ണങ്ങൾ എവിടെയെങ്കിലൊക്കെ കാണും. അത് നിനക്കറിയാം, നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. ഞാൻ ചുംബിക്കും, മണ്ണിലേക്ക് ഞാൻ ചുംബിക്കും, തറയിലേക്ക് ഞാൻ ചുംബിക്കുമ്പോൾ എൻ്റെ നാവിൽ കൊണ്ടൊന്ന് വെച്ച് തരണേ ഈശോയെ. അങ്ങനെ 2 കൊല്ലത്തേക്ക് ഞാൻ അങ്ങനെയാണ് കുർബാന സ്വീകരിച്ചത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അനുഭവം കിട്ടും. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് പ്രതിഫലമായിട്ട് ദൈവം തന്നത് എൻ്റെ ജ്ഞാനസ്ഥാനം ജോർദൻ നദിയിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത്. ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലത്ത്. അതിൽ അമ്മ മാതാവിൻ്റെ ക്രമീകരണം വിശേഷമായിരുന്നു. അതിൽ ജോർദൻ നദി പോകുമ്പോഴത്തേക്കും കുറേ അച്ഛന്മാരുണ്ടായി. അതിൽ നമ്മളെ ജോസഫ് അച്ഛൻ കൂടെ ഉണ്ടായി. ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ ദിവസമാണ് അന്ന്. ജോർദൻ നദിയിൽ ഞങ്ങൾ പോയി ഇറങ്ങി, അമ്മനിൽ ഇറങ്ങിയ ജോർദൻ നദിയിൽ പോകുമ്പോൾ അവിടെ ഒരു ഗൈഡ് അച്ഛൻ ഉണ്ടായി. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെയാണ് ഈശോ ഈ സ്ഥലത്താണ് ജ്ഞാനസ്ഥാനം എടുത്തത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനും അവിടെ ഇറങ്ങി നിൽക്കുക. അച്ഛൻ അപ്പുറത്തുണ്ട്, ജോസഫ് അച്ഛൻ അപ്പുറത്തുണ്ട്. എന്തോ എന്നെ പിടിച്ച് വലിച്ച് താഴെ ഇരുത്തി. ഞാൻ മുട്ടിപ്പേ നിന്നിട്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ തോണ്ടി, അച്ചോ എനിക്കിപ്പോൾ ജ്ഞാനസ്ഥാനം തന്നെ ഇവിടെ വെച്ച്, ഇല്ലെങ്കിൽ ഞാൻ എണിക്കില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ച് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, മുട്ടിപ്പേ നിൽക്കാൻ പറഞ്ഞു. വെള്ളത്തിൽ ഞങ്ങൾ മുട്ടിപ്പേ നിൽക്കുക, മുട്ടോളം വെള്ളമുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക. ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ എണീക്കില്ല. ജോസഫ് അച്ഛൻ പോക്കറ്റിൽ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടായി. ആ വെള്ളം കളഞ്ഞിട്ട് ജോർദൻ നദിയിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് അവിടെ വെച്ച് ജ്ഞാനസ്ഥാനം കിട്ടി. ആദ്യത്തെ അപ്പ സ്വീകരണം ഞങ്ങളെ കാനയിൽ കല്യാണ വീട്ടിലേക്ക് അടുത്ത ദിവസം പോകുന്നത്. അവിടെ വെച്ചാണ് കിട്ടിയത്. പ്രതിഫലം ഇതുപോലെയാണ്. ദൈവം ഇതൊക്കെ നോക്കി വയ്ക്കും. ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഒരു സാധാരണ ഭിക്ഷക്കാരനെ പോലും ഞമ്മ ദിവസം വരുന്നവനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞമ്മ നോക്കുമെന്ന്. ഞങ്ങൾ ഒരു ദിവസം ഞാനും കുടുംബവും കൊച്ചിയിരുന്ന് തിരിച്ചു പോവുക. അന്ന് ഗുഡ് ഫ്രൈഡേയാണ്. അപ്പോൾ അന്ന് കാലത്തെ കുർബാന കൂടെ ഞങ്ങൾ എന്തായിരുന്നെന്ന് വെച്ചാൽ വൈകുന്നേരം ആണ് ഞങ്ങളെ ഇടവകയിൽ കുർബാന. സെൻറ്റ് ആൻറ്റീസ് പള്ളിയ ഇടവക. അപ്പോൾ ഞങ്ങൾ അത് കണക്കാക്കി ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് എന്തോ കാരണവശാൽ വണ്ടി ലേറ്റായി. എനിക്കറിയാം 1 മണിക്കൂർ ലേറ്റായിട്ടേ പോകുള്ളൂ, കുർബാന കഴിഞ്ഞു പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നേരെ പാലക്കാട് ഇറങ്ങി. പാലക്കാട് പള്ളിയിൽ പോയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കയറുമ്പോഴത്തേക്ക് അവിടെ 1 മണിക്കൂർ മുമ്പേ തീർന്നു. വിഷമിച്ച് പോകുന്ന വഴിയിൽ ഏതെങ്കിലും പള്ളിയുണ്ടോ, എവിടെയെങ്കിലും കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പോയി. ആ ഒരു ദാഹം നമുക്കൊക്കെ ഉണ്ടാകണം. നമ്മളെല്ലാവരും നമ്മളെ വിഷമത്തെ ഓർക്കുക. നമ്മൾ ഈശോനെ മറന്നുപോയ സമയത്തെ ഈശോയ്ക്ക് നമ്മൾ വില കൊടുക്കാത്ത സമയത്ത് ഓർത്ത് നമുക്കൊന്ന് അനുദപിക്കണം. ഈശോയെ, നിന്നെ അന്വേഷിക്കാനുള്ള ദാഹത്തെ എനിക്ക് തരണേ,
നിന്നെ സ്നേഹിക്കാനുള്ള വിശപ്പ് എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ അനുഭവിച്ചറിയാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണമേ. നിന്നെ ആസ്വദിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. അങ്ങയെ രുചിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആരാധന. ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം ഞാൻ പറയണമെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. കിട്ടാത്ത ഉത്തരം, ഈ ലോകത്ത് കിട്ടാത്ത ഉത്തരമല്ല, നിങ്ങളുടെ ചോദ്യത്തിന് കിട്ടാത്ത ഉത്തരമെല്ലാം ഇവിടെ കിട്ടും. അന്വേഷിക്കുക, ചോദിക്കുക ദൈവത്തിൻ്റെ അടുത്ത്. ഇതാണ് സമയം, ആരാധിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പാലക്കാട് കഴിഞ്ഞ് വഴിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പള്ളിയൊന്നും കാണുന്നില്ല, പള്ളിയൊക്കെ അടച്ചിരിക്കുക. അവിടെ 6 മണിക്കാണ് ഞങ്ങളെ ഇടവകയിൽ കുർബാന. കോയമ്പത്തൂർ എൻട്രൻസ് എത്തിയപ്പോഴത്തേക്ക്, ബൈപ്പാസ് എൻട്രൻസ് എത്തിയപ്പോൾ 6:30 മണി. 7 മണിക്ക് കുർബാന തീരും. ഗ്രൗണ്ടിലാണ് കുർബാന. വലിയ വിഷമത്തോടെ, ഈശോയെ എന്താ നീ നിന്റെ സാന്നിധ്യത്തിലിരുന്ന് നീ എന്നെ അകത്തിയത് എന്തുകൊണ്ടാണ്? പല ചോദ്യങ്ങളാ, പല വിഷമങ്ങളാ. നമുക്ക് കാശ് നഷ്ടപ്പെടുമ്പോൾ ഇല്ല നമ്മൾ സങ്കടപ്പെടേണ്ടത്. ബിസിനസ് കിട്ടാതെ ആകുമ്പോൾ ഇല്ല സങ്കടപ്പെടേണ്ടത്. സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ഇല്ല സങ്കടപ്പെടേണ്ടത്. നിന്നെ ആരെങ്കിലും അവമാനിക്കുമ്പോഴില്ല നീ സങ്കടപ്പെടേണ്ടത്. നിനക്ക് കുർബാന കിട്ടിയില്ലെങ്കിൽ നീ സങ്കടപ്പെടണം. ഞാനത് ആ സങ്കടത്തോടെ പോകുമ്പോൾ 7 മണിയാകുമ്പോൾ, ഒരു കണക്കിന് 7 മണിക്ക് എത്തി, കുർബാന തീർന്നിട്ടുണ്ടാവും. ഈശോടുത്ത് ചോദിക്കാം. ഗ്രൗണ്ടിൽ പോയപ്പോഴത്തേക്കും ഗ്രൗണ്ടിലിരുന്നെല്ലാം ആൾക്കാർ തിരിച്ചു വരിക. ഞാൻ കാർ ഒരു കണക്കിന് നിർത്തിയപ്പോൾ 7 മണിക്ക് ഞാൻ വിചാരിച്ച കുർബാന തീർന്നു. അപ്പോൾ എല്ലാവരും പള്ളിക്കകത്ത് കയറിയ. അപ്പം ഞാൻ ചോദിച്ചത് എന്താന്ന്. അപ്പോൾ പറയാണ്, ഞാൻ അറിഞ്ഞത് കുർബാന തുടങ്ങിയപ്പോൾ അവിടെ എവിടെയോ ഇരുന്ന് പ്രാണികൾ കുറേ വന്നു. ഈച്ച പോലത്തെ പ്രാണിയില്ലേ, കൊതുക് പോലത്തെ, അത് വന്നപ്പോഴത്തേക്കും അത് കുറേ കൂടി അങ്ങോട്ട്. എന്നിട്ട് അച്ഛൻ അവിടെ പറയുകയാണ്, മഴ വരാൻ പോവുകയാണ്, നമുക്ക് പള്ളിക്കകത്ത് കുർബാനയാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 3/4 മണിക്കൂർ അങ്ങനെ ലേറ്റായി എല്ലാവരും വന്ന് ഞങ്ങൾ പള്ളിക്കകത്ത് കയറിയിരുന്ന് കുർബാന തുടങ്ങി. ഇതാണ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. ദൈവത്തോട് നിങ്ങൾ കൂറ് കാണിക്കുമ്പോൾ ദൈവം നിങ്ങളോട് കൂറ് കാണിക്കും. ഇത് കൂറ് കാണിക്കേണ്ട സമയമോ. നമുക്കൊരു കാര്യം കൂടി നമ്മൊന്ന് ധ്യാനിക്കണം. എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ആത്മാവിൽ നിറഞ്ഞായിരിക്കും, പക്ഷെ ബോധ്യം ഉണ്ടാവില്ല. വചനം നമ്മളെ കയ്യിലുണ്ടാവും, ബൈബിൾ ഉണ്ടാവും, ബോധ്യം ഉണ്ടാകില്ല. ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ള ബോധ്യം ഉണ്ടാകില്ല. ആരാധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. ആരാധിക്കണമെങ്കിൽ നമ്മൾ അനുദപിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സാന്നിധ്യം അനുഭവപ്പെടില്ല. എങ്ങനെയാണ് നമ്മൾ തിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക? സങ്കീർത്തനം 95:2 ഇത് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. നന്ദി പറയുമ്പോഴാണ് നമ്മ ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക.
എപ്പോഴും ഓർക്കേണ്ടത്, ദൈവ സാന്നിധ്യത്തിൽ ആരാധനയിൽ നമ്മൾ വരുമ്പോൾ ദൈവം തന്ന എല്ലാ നന്മയും ഓർത്ത് നന്ദി ആദ്യം പറയണം. അപ്പം നമ്മൾ ഓർക്കും നമുക്ക് എന്ത് നന്മ. പലവരും പിറുവിറുപ്പാണ്. പിറുവിറുപ്പ് നിർത്തിയിട്ട് വരണം. എനിക്കൊന്നുമില്ലല്ലോ, കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണല്ലോ. ഇല്ല, നന്ദി പറയാൻ കുറേ കാര്യമുണ്ട്. ഇത്രയും കാലം ഒരു വിലയും ഇല്ലാതെ എനിക്ക് നീ ഓക്സിജനെ തന്നില്ലേ, ഇപ്പൊ ദൈവം മനസ്സിലാക്കി തന്ന്. ഓക്സിജന്റെ ക്ഷാമം, എൻ്റെ കണ്ണ് നീ തന്ന്, കൈ തന്ന് നീ എനിക്ക്, സംസാരിക്കാൻ ശേഷി തന്ന്, ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിയെ തന്ന്, നിന്നെ അറിയാനുള്ള എല്ലാ അവസരവും നീ എനിക്ക് നൽകി. നന്ദി പറയുക. സങ്കീർത്തനം പറയുക 95:2 നീ നന്ദി പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തും. അപ്പൊ അത് നമ്മൾ എല്ലാവരും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന കാരണം എന്താണ്? അതുകൂടി അറിഞ്ഞാലേ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. നമ്മെല്ലാം പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും, എല്ലാം ചെയ്യും, പള്ളിക്കകത്തായിരിക്കും, പക്ഷെ സാന്നിധ്യത്തിൽ ഉണ്ടാകില്ല. സങ്കീർത്തനം 101:7 നിന്നിൽ ചതിയും നുണയും ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തിലിരുന്ന് അകന്നു പോകും. ചതിയാണ്, വഞ്ചനയാണ്, നന്ദികേട്. അത് ഉണ്ടെങ്കിൽ അത് പാവമാണ്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തെ നമ്മ മറന്ന് അത് ദൈവമഹത്വത്തിന് വേണ്ടി നമ്മ പ്രയോജനപ്പെടുത്തില്ല. അത് ചതിയല്ലേ, വഞ്ചനയല്ലേ, അത് നുണയല്ലേ. ദൈവം നിനക്ക് സമ്പത്ത് തന്നെങ്കിൽ അത് ദൈവ മഹത്വത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാ. ദൈവം നിനക്ക് ഒരു ഭവനം തന്നെങ്കിൽ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുക. എൻ്റെ ഭവനത്തെ ഞാൻ ദൈവ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാ. ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാ. അത് പ്രാർത്ഥന ആലയമായിട്ട് എനിക്ക് മാറ്റിയിട്ടുണ്ടാ. ഞാൻ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഒരു 4 പേരെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാ. നമ്മ ദൈവത്തെ മറന്ന സമയത്തെ ഓർത്ത്, മറന്നുപോയ സമയത്തെ ഓർത്ത് നമുക്ക് അനുദപിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോ നമ്മ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോ ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്ന്, നീ എൻ്റെ സാന്നിധ്യം വിട്ടു പോകരുത്. നന്ദി പറഞ്ഞാൽ നീ എൻ്റെ സാന്നിധ്യത്തിലുണ്ടാകും. നന്ദിയോടെ ഓർക്കുക ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതെല്ലാം. പിറുപിറുക്കാതെ, കുറ്റം പറയാതെ, സങ്കടം പറയാതെ, കരയാതെ സന്തോഷത്തിലിരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. ഇന്ന് കുർബാന കൂടാൻ പറ്റിയില്ലെങ്കിലും സങ്കീർത്തനം 50:23 നന്ദിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ബലി. നീ നിന്റെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തിന് ബലി കൊടുക്കാം. നിനക്ക് കുർബാന കൊടുക്കാം, കുർബാന കൂടാം. നന്ദി പറച്ചിലാണ് കുർബാന. ദിവസവും ദൈവം നിനക്ക് ചെയ്തു പോയ നന്മയ്ക്കെല്ലാം അത് എഴുതി വെച്ച് ഇപ്പം നമ്മ ഒരു തീരുമാനം എടുക്കുക ദൈവ സാന്നിധ്യത്തിൽ. ദൈവമേ,
ഞാൻ നന്ദി ഇടല് കാണിച്ചതിനോട് എന്നോട് ക്ഷമിക്കണേ. ഞാൻ ബലഹീനത ഉള്ളവനാണ്. ഞാൻ ഇനി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നന്ദി പറയുക ദൈവത്തോട്.